ഓം ശ്രീ ഹരിശ്രീ ഗണപതായേ നമഃ. ഓം ഗംഗണപതായേ നമഃ. ശ്രീ വാൽമീകി മഹർഷേ നമഃ. ശ്രീ ആഞ്ജനേയായ നമഃ. ശ്രീ സീതാലക്ഷ്മണഭരതയാത്രക്രനുമസമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ, വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കും നീ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേ, വാണിമാധവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ. നാണമെന്നേ മുതനാവിന്മേ നടഞ്ചനേ, കേണാങ്കനേതാ കാനനേ ദിഗംബരൻ. വാരിജോൽപമുഖ വാരിജ വത്സലേ ബാലേ, വാരിത തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലകാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. ആരണ്യകാണ്ഡം. മാരിജ നിഗ്രഹം. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടൊരു ചുര ചെയ്താൽ, ഭർത്താവേ കണ്ടില്ലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം. രത്നഭൂഷിതമിതം പേടിയില്ലതിനേതും എത്രയോ അടുത്തു വന്നിടുന്നു. മെരുക്കമുണ്ടെത്രയുമെന്ന് തോന്നും, കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിതു. വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം, പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിടുക വൈകിടാതെ. മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പദേ. മൈഥിലി വാക്യം കേട്ടോ രാഘവനരുൾ ചെയ്തു, സോദരം തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. യാതു ദാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈകൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്തമോട് ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരിജം തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീജനം പ്രാണവേദനയോട് കരഞ്ഞാൻ അയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ആഹാമേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചെന്നാൽ സീതയും, സൗമിത്രേ നീ ചൊല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ, ഭവാനുഗ്രന്മാരായി നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചെന്നാൻ, ദുഃഖിയായി കാരേ ദേവി കേൾക്കണം മമ വാക്യം. മാരിജൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല, ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്തനാ ഞാനും ഇത് കേട്ടുപോയകലുമ്പോ നിന്തിരുവിടെയും കൊണ്ടുപോയി ഇടാമല്ലോ. പന്തി വന്ദനം തനിക്കതിനുള്ള ഉപായമിതെന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നത് അത്രയല്ല, ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം, ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രി ചാരികളുമായി ഇതറിഞ്ഞാലും
ചെന്നാലും വിശ്വനായകൻ കോപിച്ചിടുകീ അലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ്റെ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈനനാഥം ഭവിച്ചിടുന്നു നാഥേ. ജാനകിയതു കണ്ണുനീർ തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നീയുണ്ടായി നൂനം ഭ്രാതനാശത്തിനത്രേ കാംക്ഷിയാകുന്നു തവ ചേതസീ ദുഷ്ടാത്മാവേ ഞാനിതോർത്തില്ലയോ. രാമനാംശ കാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധാർത്ഥം തന്നെ നിയോഗത്താൽ കൂടെ പോന്നതു നീയും. രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചൊല്ലുവാനൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനുമെന്നു മൽപ്രാണത്യാഗം ചെയ്യുവൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യഹാരണോ ദ്യൂതനായ നിന്നെ സോദരാ ബുദ്ധി ധരിച്ചീല രാഘവനേതും. രാമനെയോട് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണെ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം കേട്ടു സമുദ്രി ചെവി രണ്ടും സത്തരം പൊത്തി പൊന്നവളോടൊര ചെയ്താൻ. നിനക്ക് നാശം അടുത്തിരിക്കുന്നതോ പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാ താനും. ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി. ദക്തിഗന്ധരം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതന്മാരെ പരിപാലിച്ചുകൊള്ളുവാൻ മനോവംശാധീശപത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ അമ്പരമേൽപ്പിച്ചു മന്ദം പൂർവ്വം തന്നെ കാൺമാൻ നടന്നു സൗമിത്രി. സീതാപഹരണം അന്തരം കണ്ടു ദശകന്ധൻ മദന ബാണാന്തനായി അവതരിച്ചിടനാനവനേൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയുടെ ജാങ്കേണ വന്നു നിന്നതു ദശാസനം. വിഷ്ണുപേക്ഷത്തെ പൊണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാസീതാദേവിയും വിനീതിയായി നറ്റ സംഭൂജഭക്ത്യ ഫലമൂലാദികളും ദത്ത സ്വാഗതവാക്യമുത്ത പിന്നെയും ചെന്നാൽ അത്രേവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ട് ഇത്തിരി നേരം ഇരുന്നിടുകഥ പോന്നതേ. ഭർത്താവ് മരിവപ്പോൾ തൽപ്രിയമെല്ലാം ചെയ്യും ചിത്രിടാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്താലഭങ്ങൾ കേട്ടു സത്രം ഭിക്ഷരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കാമലവിലോചനെ കമിനിയാങ്കി നീ ആരാമലെ ചൊല്ലിടൂ നിൻ കമിതാവാരെന്നതും. നിഷ്ഠൂരജാതികളാൻ രാക്ഷസനാരാധിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീ ഒരു നാരീമണിതാനേ വാഴുന്നത് എന്താ ആയുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നോട് പരമാർത്ഥം പറയുന്നുണ്ട് താനും. മേദിനി സുതേതു കേട്ടൊരു ചെയ്തിടിനാൽ മേദിനി പതിവരനായ അയോധ്യാപതി വാട്ടമില്ലാത്ത ദശരഥനാ നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനാപ്രൂതവീരൻ തന്നെ ധർമ്മവതി ജനകാത്മജ ഞാനോ ധന്യനാമനുജ ലക്ഷ്മണെന്നും നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞിയ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു. ദണ്ഡഗമനം തന്നെ 14 കഴിവോളം വേണം. താനും അതിന്നു പാർത്തിയിടുന്നതു സത്യമെന്നറിഞ്ഞാലും നിന്തിരിവിടെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തെന്നെഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗളശീലേ ബാലേ പങ്കജവിരോചനെ പഞ്ചബാണാദിവാസേ പൈലസ് തന്നെ ഞാൻ രാക്ഷസരാജാവു ഞാൻ ത്രൈലോകത്തിങ്കലെന്നെ അറിയാതെയുള്ളൂ. നിർമ്മലേ കാമപര്യാപ്തേ ചമഞ്ഞു ഞാൻ നന്മൂലം അതിനു നീ പോരണം മായാസകാസാകം. ലങ്കിയ രാജ്യം വാനൂർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവലോക സുന്ദരീ നാദേ താപസവേഷം പൂണ്ട രാമനാൽ എന്തുഫലം. താപം ഉൾക്കൊണ്ട് കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാതിരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമം കേട്ടതീ ഭയത്തോടും ഭാവവൈവർണം പൂണ്ടു ജാനകി ചെന്നാൽ മന്ദം കേവലം അടുത്തു മരണം നിനക്കിപ്പോൾ ഏവം നീ ചെല്ലൊന്നാകി ശ്രീരാമദേവാൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമപ്പോൾ മേദിനീപതി മമ ഭർത്താവ് ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നേ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയെ വീഴുവാനുള്ള കാരണം ഇതൂ നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തെങ്ങിയിടം ക്രോധം പൂണ്ട് മൂർച്ഛിതനായെന്നേരം തന്നെ രൂപം നേരെ കാട്ടിനാ മഹാഗിരി സന്നിവം ദശാനം 20 മഹാഭുജം അഞ്ജനാശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു പല ദേവതമാരും. രാഘവപത്നിയും തേരത്തിലെടുത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയതു ശാസനം. ആഹാ രാഘവ രാമ സൗമിത്രേ കാരുണാമ്പതേ ആഹാമൽ പ്രാണേശ്വര പാഹിമാം ഭയാതുരം. ജഡായു സംഘം ഇത്തരം സീതാവിലാപം കെട്ടു പക്ഷീന്തരം സദ്ധരം ഉദ്ധാനം ചെയ്തെത്തിനാൻ ജഡായുവും
തിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയും കട്ടുകൊണ്ടെവിടേക്ക് പോകുന്നു മൂടാത്മാവേ. അധ്വരത്തിങ്ങൾ ചെന്ന് ശൂനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാപുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മത്തെ പരമോധ ബുദ്ധിയോടും ഗൃദ്ധരാജനുമൊരു പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായകരെ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രനിലക്ഷുബ്ധമായി ചമയുന്ന തദ്രീകളിൽ നിന്ന് വിദ്രുത മധുനേരം നഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപ്പെടുത്താനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. തീഷ്ണതുണ്ടാഗ്രഹം കൊണ്ട് തീർത്തിടം തകർത്തിതു. കാൽക്ഷണം കൊണ്ട് കൊന്നു വീഴ്ത്തിനാനശങ്ങളെ രോഷിത പെരുകിയ പക്ഷപാതങ്ങളേറ്റു. രാഷ്ട്രപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഇടങ്ങി എന്ന് ആർത്തി പൂണ്ടിരുന്നൊരു രാത്രി ചരന്തരണപ്പോൾ ധാത്രി പുത്രിയെ തത്തധാത്രി നിർത്തി പുനരോർത്തതു തൻ ചന്ദ്രഹാസമിളകി മിലകുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷരി തന്നെ വീണ അനക്ഷനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷതാചിത്തത്തോട് ലക്ഷ്മ ദിക്കു നോക്കി. മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിറ്റവനായിട്ടോ എന്നോർ ഇറ്റിറ്റു വീണ്ടുന്ന കണ്ണുനീരിടപ്പോൾ കറ്റവാർ കൊല്ലിയാൻ ജാനകി ദേവിദാനം ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴി. ഉത്തമനായി നിന്റെ ജീവനും പോകാകെയെന്നു പൃഥ്വിപുത്രിയും വരം പത്രി രാജനു നൽകി. പൃഥ്വിമണ്ഡലമകന്നാശു മേൽപോട്ട് പോയാൽ അയ്യോ രാഘവ ജഗന്നാഥ ദയാന്തിതേ, നീ എന്നെ ഉപേക്ഷിതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടൊരു മില്ലേ എനിക്കയ്യോ പാവം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചെന്നാനല്ലോ, രക്ഷിച്ചു കൊല്ലണമേ ദേവരാ ദയാനിതേ. രാമ രാമാത്മരാമ ലോകാഭിരാമ രാമ, ഭൂമിദേയും എന്നെ വെടിഞ്ഞാളിതുകാലം. പ്രാണവല്ലഭാപ്രിത്രാഹി മാം ജഗദ്ഭരേ. കൗണപാദീവരെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളണമേ. സത്വചേതസാ മഹാസത്വവാരിതേ നാഥ. ഇത്തരം വിലപിക്കും നേരത്ത് ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നത്തഞ്ചിരം ചിത്തവേഗര നടന്നിടനാതു നേരം. പുത്രിയും കീഴ്പോട്ടാശി നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദുരം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തിരിയാർത്ഥ ഖണ്ഡം കൊണ്ട് ബന്ധിച്ചു. രാമഭദ്രനു കാൺമായ യോഗം വരികുന്ന അകത്താരി സിംഹ കീഴ്പോട് നിക്ഷേപിച്ചതു സീതാദേവി. മക്തനാ നക്തഞ്ചൻ അറിഞ്ഞില്ലതും അപ്പോൾ അബ്ധിയുമുത്തിരതൻ പത്തനം ഗത്വാധൂർണം. ശുദ്ധാന്തമത്തേ മഹാശോകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാതാരുമൂലേ ഹൃദ്യമാരായ നിജരക്ഷോനാരികളെയും നിത്യവും പാലിച്ചു ഉറപ്പിച്ചു തൻ്റെ വസ്ത്യാമുൾപ്പൂക്കു വസിച്ചിടിനാന്തശാനനും. ഉത്തമോത്തമ ജാനകി ദേവി പാതിവ്രതമാശ്രമസിച്ചിടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്ത്രവും കുമ്പിട്ട് സന്തപ്തമാൻ ചിത്തത്തോടും രാമരാമേത് ജപധ്യാന നിഷ്ഠയാ ബഹുയാമനീചര കുലനാരികളുടെ മധ്യേ നിഹാരചിതാതപ വാദപീഡിയും സഹിച്ചാഹാരികളേതും കൂടാ ദിവാരാത്രം ലങ്കേ വഹിച്ചിതാ തങ്കം ഉൾക്കൊണ്ടും മായാ സങ്കടം മനുഷ്യജന്മത്തിലാർക്കും ഇല്ലാത്തതു. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈകൊണ്ടൊരു കാമരൂപിണം മാരിജാസുരമേതു കൊന്നു. വേഗേന നട കൊണ്ടാനാശ്രമം നോക്കി പുനരാഗമാക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാട് നടന്നോരനന്തരം മാലകൻ വരാ വീശദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പി നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മൺ ഏതുമറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മിദേവിയെ ഉണ്ടോ മറ്റാർക്കും ലഭിക്കൂ. അഗ്നിമണ്ഡലത്തിങ്കിൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മൺ അറിഞ്ഞീലീ കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാഗനെന്ന പോലെ മയക്കിണി തന്നെ തിരിഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിനെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവാചാൽ കൈകൊണ്ടു പോകാം അയോഗ്യതയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചൽ കാലം ഭൂമിയിൽ വസിച്ചിടാം.
പുഷ്കരോത്ഭവനിത്യം പ്രാർത്ഥിക്കാ നിമിത്തമാർക്കംശമുണ്ടെങ്കിൽ ഞാൻ മർത്തനായി പിറന്നതും മായാമാനുഷ്യനാകുമെന്നുടെ ചരിത്രവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ച് ദുഃഖിപ്പ് ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ച വരജനോടുര ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ, ബലാൽ എന്തിനു വെടിഞ്ഞു നീ? രാക്ഷസരവളെയും കൊണ്ടുപോകുകയോ കൊന്നു ഭക്ഷിച്ചു കളയോ കണ്ട ജാതികൾക്കെന്തോരു താരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണം താനും അഗ്രേ നിന്നുടനുടൻ ചെയ്തു തൊഴുതു വിവശനായി. ഗദ്ഗദാശ്രമുര ചെയ്തു ദേവിയുടെ ദുർഗ്രവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ആഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം, ഹാഹാ രാഷണനെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരം തൻ വിലാപങ്ങൾ കേട്ടു മുദഗാത്രിന്തവനാഥമെന്നുറക്കിയാൽ അത്യർത്ഥം പരിതാപം കൈകൊണ്ടു വിലാപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കുന്നതിനോടരുൾ ചെയ്തു. ഇത്തരം നാദാം മമ ഭ്രാതാവിനുണ്ടായി ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായ ഭാഷിതം ഇതുനൂനം കാൽക്ഷണം പെറുകുന്നു ഞാൻ പലവുര ചെന്നേൻ എന്നതു കേട്ടു. ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരം എന്നവയെല്ലാം ഇപ്പോൾ നിന്റെ മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോട് ഞാനും കണ്ണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരുമലടി മന്തിപ്പാവിട കൊണ്ടേൻ എങ്കിലും പിടിച്ചതു പോന്നു സൗമിത്രേ നീങ്ങി നീ. ശങ്കയുണ്ടായിടുമോ ദുർവചനങ്ങൾ കേട്ട യോശന്മാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷണത്രയുമെന്ന് നീ അറിയുന്നതല്ലേ. രാക്ഷസ പരീക്ഷകൾ കൊണ്ടുപോയി കളയോ ഭക്ഷിച്ചു കളയോ ചെയ്തെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തെങ്കിൽ ചെന്നെങ്ങുമേ നോക്കി കാണാഞ്ഞ ആകൂലപ്പെട്ടു രാമൻ ദുഃഖഭാഗവും കൈകൊണ്ടത്രയും വിലമിച്ചാം. നിഷ്കളാത്മരാമൻ നിർഗുണാനന്ദാത്മരാനന്ദനൻ. ഹാഹാ വല്ലവേ സീതേ, ഹാഹാ മൈഥിലി നാഥേ, ആഹാ ജാനകി ദേവി, ആഹാ മൽപ്രാണേശ്രീ. എന്നീ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കൂ തന്നെ നീ വിളിച്ചെത്തു വന്നേടുമടിയാതെ. ഇത്തരം പറയും കാനം തോറും നടന്ന് അത്തൽ പൂണ്ടന്വേഷിച്ചും കാണാൻ യുവശനായി. വനദേവതന്മാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജ്യേഷ്ഠണിയായി സീതേ സത്യം ചെൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടോ, മൃഗലോചനെ ജനകപുത്രി തന്നെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പശ്മളാശേ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവൻ പരമാർത്ഥം. പുഷ്കരാശിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു, ഇത്തമോരോന്ന് പറഞ്ഞത്രയും ദുഃഖം കൊണ്ടു സത്തരം നീളെ തിരിഞ്ഞെങ്ങുമേ കണ്ടില്ലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവും സർവകാരണേകനാചരൻ പരിപൂർണൻ. നിർമ്മനം നിരാകാരം നിരഹങ്കാരം നിത്യൻ ചിന്മേനഗള അഖിലാണ്ടനന്തരാത്മകൻ ജഗന്മേ. മായയാ മാനുഷ്യവേഷം ദുഃഖിച്ചിടൻ കാര്യമാനുഷ്യമൂടാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞാനന്മാർക്കു സുഖ ദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലാകയാൽ. ജഡായുഗതി. ശ്രീരാമദേവനെയും തിരിഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവി ശസ്ത്രശാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയോ അടുത്തു കാണാ. ഇതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോട് അരുളി ചെയ്തു രാമൻ, ഭിന്നമായുരഥം കാണടോ കുമാരാ നീ. തന്നെ അങ്കി തന്നെ ഒരു രാക്ഷസം കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസവനോട് പോർ ചെയ്തിടിനാൻ. നേരമഴിഞ്ഞതോർക്കോ പിതാ കിടക്കുന്നു എന്നു വന്നിടാമറുക്കുന്നോരോ ഭക്ഷിച്ചോരോ. ശ്രീരാമനെ പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ നിർത്തനായൊരു യാതു ദാനി കിടക്കുന്നത്ര നീ കണ്ടില്ലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നിടുന്നതു കേട്ട നേരം വിത്രസഹൃദനായി പക്ഷിരാതിനും ചൊല്ലാ ചെന്നാൻ. ബുദ്ധിനല്ലഹും ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും ദവതാതനു വിശേഷിച്ചും ശിഗ്നമായിരിപ്പൊരു പക്ഷിയാഞ്ചിടായു ഞാൻ. ദുഷ്ടനാം ദശമുഖം നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടു പോകോണ്ടാകാശേ പോകും നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസവും കൊണ്ടവൻ ഞാനും. അപ്പോൾ പുഷ്ടവേദനയോട് ഭൂമിയിൽ വീണേനല്ലോ. നിന്ദ്രുവടിയെ കൊണ്ടാഴിഞ്ഞു മരിയായി കാണിന്ദ്ര
ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണം എന്നെ കൃപാനിധേ, തൃക്കല്ലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജഡായുധൻ വാക്കുകൾ കേട്ട നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നെടുത്തിരുന്നു. തൻ തൃക്കൈകൾ കൊണ്ട് തലോടിനാൻ അവനുടൽ. ദുഃഖാശ്ലുപതനേനോത്തോടും രാമചന്ദ്രൻ, ചെല്ലു ഹോമമ വല്ലഭ വൃദ്ധാന്തം നീ എല്ലാം എന്നു അത് കേട്ടു ചൊല്ലിനാൻ ജഡായുവും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ നല്ലതു വരുവതിനനുഗ്രഹിക്കണം. നിന്ദരവഴി തന്നെ കണ്ടിരിക്കാവേ ബന്ധമെറ്റിടും വണ്ണം മരിപ്പാനവകാശം വന്നതു. ഭവൽ കൃപാപാത്രമാകയാലഹം പുണ്യപുരുഷോത്തമാബുധയാനിതേ. നിന്ദരൊഴി സാക്ഷാ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മമായ മനുഷ്യരൂപി സ്വന്തതാമന്തർഭാഗേ വത്സിടുക വേണം. നിന്തിരുമേനീ ഘനശ്യാമളാഭിരാമം അന്ധകാലത്തെങ്കിലിവണം വെണ്ണം കാണായ മൂലം. ബന്ധവു മറ്റുമുത്തനായേ ഞാനൊന്നു നൂനം ബന്ധുഭാവേന ദാസനാകി ഒരടിയനെ. ബന്ധുകാസുമാ സമതൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമെന്നും തൊട്ടരുളേണമെന്നാൽ. മലരടിയോട് ചേർന്നിടാമല്ലോ. നിന്ദിരാപതി ഇത് കേട്ടാടൻ തലോടിനാൻ. മന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടുമെണ്ണം. അന്നേരം പ്രാണങ്ങളെ ദയിച്ചു ജഡായുവും മഞ്ഞിടം തന്നെ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പാരവശാൽ. അർണജനോന്നേത്രൻ മൃദുവിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ എടുത്തു ഉത്സംഗസീമിനി ചേർത്തിട്ട് ഉത്തര കാര്യാർത്ഥമേ സോദരനോട് ചെന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മൺ അത് കേട്ടു ചിതയും തീർത്തിടിനാൻ. തൽക്ഷണം കുളിച്ച് സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്തു. കാനീനതത്ത മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ച് ജലാദികളും നൽകിയിടിനാൽ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ കൃതാർത്ഥമായി. പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷി തന്നതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും. കാരുണ്യമൂർത്തി കമലേഷണം മധുവൈരി സ്വാരൂപം ഭവിക്കുന്നു സ്വാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരൂഹ്യ വാസുരം ഭാനു സന്നിവം ദിവ്യരൂപം പൂണ്ടൂരജുനായും. ശങ്കാരിഗത പത്മാ കൂടപീതാംബരാന്തിഗത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാർ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ. തേജസ്സാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടുമുയരെ കൂപ്പി തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജഡായി സ്തുതി. അഗ്രണ്യഗുണമാദ്യമഭ്യപ്രമേയം അഗ്ലജഗസൃഷ്ടിസി സംഹാരമൂലം പരമം പരപരമാനന്ദം പരാത്മനം വരദമഹം പ്രദോസി സന്തതം രാമം മഹിതകടാക്ഷവിഷപിതാമരശുജം രഹിതാവധി സുഖമിന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ശാപ ശരാകോമളാകാരാംബുജം പ്രദോസ്മം രാമം ഭുവനകമനീയരൂപമിടുതം ശതാര വിഭാസുരാഭീഷ്ടപ്രദം ശരണദം സുരപാദവമൂലരചിതനിലയനം സുരസഞ്ജയസേവം പ്രദോസ്മം രാമം ഭാവകാനന തവ ദഹനനാമധേയം ഭവപങ്കജ ഭവമുഖദൈവതം ദേവം വന്ദനുജപതി കോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിപ്രദോസ്മം രാമം ഭവഭാവനാവരം ഭഗവത്സ്വരൂപിണം ഭവീവിരഹിതം മുനിസേവിതം വരം ഭവസാഗരതാരണാംഘ്രിപോദകം നിത്യം ഭവനാശായ നീശം പ്രദോസ്മഹം രാമം ഗിരിശഗിരിസുധാഹൃദയാംബുജവാസം ഗിരിനായകതരം ഗിരിപക്ഷാരിസേവ്യം ഗുര സുരസഞ്ജയതനുഞ്ചേന്ദ്രസേവിതപാദം സുരഭമണിമിഭം പ്രണതോസ്മഹം രാമം പരാദാർത്ഥപരിവർജനമനീഷിണാം പരപുരുഷഗുണപൂതി സന്തുഷ്ടാത്മനാം പരലോകേകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദഭയം പ്രണതോസ്മഹം രാമം സ്മിതസുന്ദരവികസിതഭക്ത്രാംബോരുഹം സ്മൃതി ഗോചരമസിതാംബുധകളേവരം സിതാപങ്കചാരുനയനം രഘുവരം ക്ഷിതിവന്ദനീവരം പ്രദോസ്മഹം രാമം ജലപത്രേകസിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളിൽ വാരും പരിപൂർണാത്മനാദയവ്യേയമേകം പരമം പരാപരം പ്രണതോസ്മഹം രാമം വിധിമാധവ ശംഭുരൂപവയതേന ഗുണാതിത്രയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനേ ജനസ്തുതം അവ്യക്തഭജം ചിത്രേജ മനോഹരം പ്രണതോസ്മഹം രാമം മമ്മദഗോടിസുന്ദരകളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം
നിർമ്മലം ധർമ്മകർമ്മധാരമഭ്യനാധാരം ധർമാത്മരാമം പ്രണതോസ്മം രാമം. ഈ സ്തുതി കേട്ട് രാമചന്ദ്രനും പ്രസന്നനായി പതീന്ദ്രം തന്നോടരുളി ചെയ്തു മധുരമായി. അസ്തുതേ ഭദ്രം ഗച്ഛം പദമേ വിഷ്ണുപുരം. ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്രൻ നിന്നെ പോലെ മൽപാരണാനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ. നന്മ രാമനാമം ചൊല്ലുന്ന ജനം പോലെ. കബദ്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാംബനോടും കൂടി ഖിന്നനായ വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാൺകായാൽ തന്നെ ധൈര്യേണ വനമാർഗെ സഞ്ചരിക്കും രക്ഷോരൂപത്തൊരു സത്തത്തെ കാണായി വന്നു. താൽക്ഷണമേയും രാമചന്ദ്രനും അരുൾ ചെയ്താൻ വശസീവദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളും ഇല്ലെന്തോരു സ്വത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളും ഭയമുണ്ട. പക്ഷേക്കും ഇപ്പോൾ നമ്മയും നിറഞ്ഞാലും പക്ഷിയും മൃഗവും അല്ലത്രം ചിത്രം വക്ഷസീവത്രം കാലും തലയുമില്ലതാനും രക്ഷിച്ചു പിടിച്ചിടം പക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരം കണ്ടില്ല നിരൂപിച്ച കൽഭുജ മധ്യസ്ഥന്മാരായതു കുമാര നാൻ കൽപ്പിതം ദാതാവിനാൽ എന്താ എന്നാൽ ഇത് വരും. രാഘവനെയും പറഞ്ഞിടുന്നൊരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണുര ചെയ്താൻ പോരും വ്യാകുലഭാവം എന്തിനീ വിചാരിപ്പാൻ ഓരോരോ ഖരം ഛേദിക്കണം നാം ഇരുവരും. തക്ഷണം ഛേദിച്ചതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു. രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോട് മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിലാരുമുണ്ടായില്ലതിൻ കീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും പുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോര കാനപ്രദേശത്തെങ്കിൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബദ്ധവാക്യങ്ങൾ കേട്ടു ഒരു പുരുഷോത്തമൻ ചിരിച്ചിടു ഉത്തമമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. സോദരൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ട് മമ ഭാര്യയായ ഒരു നാരി. പോയതു ഞങ്ങൾ നായാട്ടിനതു നേരമതി മായാവി നിശാചരം കട്ടുകൊണ്ടങ്ങ് പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നേത് ഭീഷണവേഷത്തോടും പാണികൾ കൊടുത്ത വേഷിതന്മാരായകാൽ പ്രാണരക്ഷാത്വം ഛേദിച്ചിടിനാൻ കരങ്ങളും. ആരുടോ വികൃത രൂപം ധരിച്ചൊരു ഭവാൻ നേരിടോ പറയുന്ന രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധനനായി വന്നീനഹം. നിന്തിരുവടി തന്നെ മുന്നിൽ അമ്മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവനായിരിപ്പൊരു ഗന്ധർവനഹം രൂപ. യൗവന ദർഭനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി. സുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അഭസിച്ചു. ദുഷ്ടനായി മഹാവനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നിരാശനായി പോകുന്നു. തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാത് ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോഷിതം ദശരഥപുത്രനായി തേത്രായുഗെ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ അറക്കുന്ന നാൾ വന്നിടുമല്ലോ ശാപമോശവും നിനക്കിടൂ. താപശാപം കൊണ്ട് രാക്ഷസനായൊരു ഞാൻ താപനെ നടന്നിടും കാലം അങ്ങൊരു ദിനം. ശത്രുമനുവിനെ പാഞ്ഞെടുത്തേനിതാ തിരുഷ ശതകോടിയാ തലയേർത്തു ശതമകൻ വജ്രമേറ്റിടും മമ വന്നീല മരണമാബ്ജ സംഭവൻ മമ തന്നൂരു വരത്തിനാ. വദ്ദിനല്ലായക മൂലം വൃത്തിക്കു മഹേന്ദ്രൻ ഉത്തമാംഗത്തെ മമ കുഷ്ഠിയിലാക്കിയിടിനാൻ. വക്ത്രപാദങ്ങൾ മമ കുഷ്ഠിയിലായ ശേഷം ഹസ്തമൊരു യോജനായുധങ്ങളായി വർദ്ധിച്ചിടുന്നേത്ര വൃത്തിക്കു ശക്രാജ്ഞ സഞ്ജയ മമ ഹസ്ത മധ്യസ്ഥമായ. പത്രേണ ഭക്ഷിച്ചു ഞാൻ വർദ്ധിച്ചേനിത്ര നാളും ഉത്തമോത്തമാരകു നായകാദയാനിതേ. വഗ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനി കുഴീച്ചയിലിന്ധനങ്ങളും ഇട്ടു വീതിഹോത്ര ജ്വലിപ്പിച്ചതു സൗമിത്രിയും. തത്രൈവ കവത്തദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിൽ നിന്നും ഉദിച്ചനായി കാണായി. ദിവ്യ വിഗ്രഹത്തോടും മന്ദാം സമാനനായി സർവഭൂഷണ പരിഭൂഷണനായ അന്നേരം രാമദേവനെ പ്രതിഷ്ഠണം ചെയ്തു ഭക്ത്യ. ഭൂമി സാഷ്ടാംഗമായി വീണുള്ള നമസ്കാരവും മുന്നൊരു ചെയ്തു കൂപ്പി തൊഴുതു നിന്നു. പിന്നെ മാനിനാഗന്ധർവനും ആനന്ദവിവശനായി കോൺമയേർക്കൊണ്ട് ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിന. കബന്ധസ്തുതി. നിന്തിരിവിടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരിവിടെ തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു.
മന്ദം കൊണ്ടെന്തോരു മഹാമോഹം, അന്തവും ആദ്യമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങൾ അന്നാനന്ദബുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയും അരുളണം. അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദുഗ്രൂപമേക മനസ്തസകല ദൃശ്യം ദൃഢം ദുർഗ്രാഹ്യമാനാത്മമാകിയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവൃത്തിരക്തം മങ്ങിടാതൊരു പരമാത്മനം പരമാനന്ദം. ബുദ്ധ്യാത്മഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മനെന്നതൂ നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാക്കേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമധു വിരാട് പുരുഷനദീ സ്ഥൂലം ഭാവന വിഷയമായെന്നതു യോഗീന്ദ്രനാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാമാധാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന മൂലലോകങ്ങൾ 14 തുങ്കനാം വിരാട് പൂമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർശ്വനികൾ മഹാതലം നാദാതേ ഗുൽഫം രസാതലവും തലാതലം ചാരു ജാനുക്കളല്ലോ സുതലം രഘൂപതേ ഊരുകാണ്ഡങ്ങൾ തവിതലമതലവും ജഗനോ മഹീതലം നാഭിതേ നമസ്തലം രഘുനാഥരോ സ്ഥലമായതു സുരലോകം കണ്ടദേശന്തേ മഹർലോകമെന്നറിയണം. ഋതുണ്ടമായത് ജനലോകമെന്നതു നൂനം. ശങ്കദേശന്തേ തപോലോകമങ്ങതെന്മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം തമാംഗം ദേ പുരുഷോത്തമാ ജഗത് പ്രഭു. സത്താമാതൃകാമേഘജാലങ്ങൾ കേശങ്ങളും ചക്രാദി ലോകപാലയന്മാരെല്ലാം ഭുജങ്ങൾ ധേ ദിക്കുകൾ കർണങ്ങളോ മശികൾ നാസികയും വ്യക്തമായതു അഗ്നി നേത്രാമാദിത്യം തന്നെ. ചിത്രമെത്രേ മനസ്സായതു ചന്ദ്രനല്ലോ ഭൂഭ്രംഗമല്ലോ കാലം ഭുക്തി വാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദൃഷ്ടങ്ങൾ യമനല്ലോ നക്ഷത്രപങ്ക്തിയിലാം ദിജപന്തികളല്ലോ ഹാസമായത് മോഹനകാരിണി മഹാമായ വാസനാസൃഷ്ടി സ്തവാമാങ്കമോഷണമല്ലോ ധർമ്മം നിൻ ഭ്രൂഭാഗധർമ്മം പുഷ്ടമം ഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുശിദേശങ്ങളല്ലോ സപ്തമാരുതന്മാര നിശ്വാസഗണമല്ലോ നദികളെല്ലാം തപനാടികളാകുന്നതും വൃത്യവീതരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷദൌഷധങ്ങൾ തേരോമങ്ങളാകുന്നതും തൃഷ്ണാദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായെന്തവരേതസെന്നറിയണം. പൃഷ്ടമാമഹീപതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവാകാലേ നിത്യം ധ്യാനിക്കുന്നവനുണ്ടാമുക്തി. നിന്തിരിവടി ഒഴിഞ്ഞില്ല കിഞ്ചനാവസ്തു സൽമിദ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേ. ഇക്കാലമിത്കാലകാലം മുഖ്യമായിരിപ്പോ നീതി കാണാകിയ രൂപം എപ്പോഴും തോന്നിരേണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേക്ഷികരം ജലവൽക്ക വിഭൂഷണം കാനേ വിജനം തം ജാനകീ സലക്ഷണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസ്വസ്മം മനസ്സേ വസിപ്പതിനാലേം ചിന്തിക്കുന്നേ. ഭാനുമഞ്ചോത്ഭൂതനാ ഭഗവൻ നമോ നമാം. സർവജൻ മഹേശ്വരീശ്വരൻ മഹാദേവൻ ശർവേനവൻ പരമേശ്വരിയോടും കൂടി നിന്തിരിവിടിയേം ധ്യാനിച്ചു കൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിടുന്നു മുത്താർത്ഥമായി. തത്രേവ മൂഷക്കളായുള്ള ജനങ്ങൾക്കും തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമയതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വനായതറിഞ്ഞു വഴി പോലെ മൂടന്മാർ മഹഭവതത്വമെന്നിങ്ങനെ അറിയുന്നു. മൂടിപ്പോകയ മഹാമായ മോഹാന്തകാരേ രാമഭദ്ര പരമാത്മനേ നമോ നമ. രാമചന്ദ്രായ ജഗസാക്ഷിണേ നമോ നമ. പാഹിമാൻ ജഗന്നാഥ പരമാനന്ദരൂപ പാഹു സൗമ്യത്ര സേവ്യ പാഹിമാന്തയാനിതേ. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായക അംബുജാവിലോചന സന്തതം നമസ്കാരം. കൃത്യമർത്തിച്ചു ഭക്തിയാ സുതിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായ തവ സുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവ ശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാൻ. സ്ഥാനം മേ സനാതന യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കുന്ന നീ മൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പേൻ ഞാൻ ഈ സ്വത്രം ഭക്തിയ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാ നിനക്കതീ അധപതനമിനിവരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ.
ശബരിയാശ്രമ പ്രവേശം. മുന്നിലമ്പാറു കാണാമാതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്സിനി തൽപാദാംബുജ ഭക്തി കൊണ്ടേശം പവിത്രയാം എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തിയായി അവളെ ചെന്നു കണ്ട വൃത്താന്തം ചൊല്ലും അവൾ അവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ഗന്ധർവനെയും ചൊല്ലി മറിഞ്ഞൊരനന്തരം സന്തുഷ്ടന്മാരായുള്ള രാമലക്ഷ്മണന്മാരും ഘോരമാമനത്തുടെ മന്ദം മന്ദം പോയി ചെന്നു ചാരിത ചേർന്ന ശബരാശ്രമാകം പൂക്കാർ സംഭ്രമത്തോടും പൃഥ്വിനായ താമസീപത്യ സമ്പതിച്ചതു പാദാവോരൂഹയുഗത്തെങ്കിൽ സന്തോഷപൂർണ സുനേത്രങ്ങളോടും അവളും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർക്കസനാദികളാലെ പൂജിച്ചും തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൽ പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നതു രാജീവ നേത്രന്മാരാൻ രാജനന്ദനന്മാരും. അന്നേരം ഭക്തി മുഴു തൊഴുതു എന്നാൽ അവൾ ധന്യനായേ വന്നേനഹമെന്ന് പുണ്യാതീരകയാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനീജനം നിന്നെയും പൂജിച്ചേ അനേകായിരത്താണ്ടുവാണാർ. അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നതു. പിന്നെ പോയ ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോട് ചെന്നാരവരേതുമേകേതിയാതെ ധന്യേ നീ വസ്യാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരംപുരുഷൻ പരമാത്മാവെന്നവതരിച്ചതു രാഷ്ട്രതാവതാർത്ഥമായി നമ്മയും ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളുവാനിപ്പം നിർമ്മലം ചിത്രകൂടത്തെങ്കിൽ വന്നിരിക്കുന്നു. ഒന്നിവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോശം നിനക്കുമെന്നു നൂനം. ഒന്നതീ വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരിവിടെ വരും പാർത്തു നിന്തിരിവിടെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാത്ത ഹീനജാതിയിലുള്ള മൂട ഞാനിതിനൊട്ടുമതീകരണീയല്ലോ. വന്മനോ വിഷയമല്ലാതൊരു ഭവദ്രുവം കാൺമാനോ അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കലീണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും കമലത്തിലറിയിപ്പോകതയാനിതേ. രാഗനത് കേട് ശബരിയോട് ചെന്നാൻ ആകൂലാം കൂടാതെ ഞാൻ പറയുന്നത് കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളെല്ലാം കാരണം മമ ഭജനത്തു ജഗത്രേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമെന്നും. തീർത്ഥസ്നാനാദി താപോധന വേദയാന ക്ഷേത്രോപവാസ യാഗ്യാദഖില കർമ്മങ്ങളാൽ ഒന്നാലൊരുത്തരും കണ്ടു കിട്ടുകയില്ല എന്നേ ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മദ്ഗുണോരണം. പിന്നെ മധ്യോ വാക്യാതൃപ്തം മൽക്കലാജാദ്യാചാരോപാസന. അഞ്ചാതും പുണ്യശീലതം യമനിമാദികളോടും ഉമിൽനേ മട്ടാതെ പൂജിക്കുന്നുള്ളത്. ആറാമതും മന്മന്ത്രോപാസതമേഴാം. എട്ടാമതും മംഗളശീലയെ കേട്ടു ധരിച്ചു കൊള്ളണം നീ. സർവഭൂതങ്ങളും മന്മതിയുണ്ടാകും സർവദാ മൽഭക്തന്മാരി പരമാക്തികത്വവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യവും ഭവിക്കുകയും സർവലോകാത്മാജ്ഞാനം എപ്പോഴും ഉറയ്ക്കുകയും മത്വത്വ വിചാരം കേളമ്പതാമത് ഭദ്രേ. ചിത്തശുദ്ധിക്ക് മൂലമാദി സാധനം നൂനം. ഉത്തമായത് ഭക്തി സാധനം നവവിധം. ഉത്തമേ ഭക്തി നിത്യന്മാർക്കുള്ള വിചാരിച്ച തീരാഗുണീജങ്ങൾക്കെന്നാകിലും മൂടന്മാരാം നാരികൾക്കെന്നാലും പുരുഷനെന്നാകിലും പ്രേമലേഷ്ടനായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമതാതനുഭൂതിയുണ്ടാം. തത്താനുഭവസിദ്ധനായാൽ ബുദ്ധിയും വരും തത്ര ജന്മനീമത്തിനുത്തമതബോധനെ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗ്യതാടേ ഭഗവത്പ്രിയേ മുനിപ്രിയേ. ഭക്തി ഉണ്ടാകൊണ്ട കാണായി വന്നതു തവ മുത്തിയും അടുത്തു നിനക്കു തബോധനെ. ജാനകി മാർഗം അറിഞ്ഞിടിൽ നീ പറയണം കേനവാ നിത നീ സീതാ മൽപ്രിയാ മനോഹരി. രാഗവാക്യമേവം കേട്ടോരു ശബരിയും അകുലാവനാനാദരാൽ ഉര ചെയ്താൽ സർവവും അറിഞ്ഞിരിക്കും നിന്ദിര വഴി സർവജ്ഞനെന്നാകിലും ലോകാനുസാരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവാൻ സീതാദേവി ഖേദിച്ചു. ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയി ദശാകരനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാതണ്ടാലർമകളെ ഞാൻ. മുമ്പിൽ അമ്മാറു കുറഞ്ഞും തെക്കോട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരൂപാകെ പശ്യ പർവ്വതപര്യമിശ്യ മുഖാഖ്യം. തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠം. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ. ബാലിയെ പേടിച്ചു സാങ്കേതമായ അനുദിനം ബാലിക്കു മുനിശാവും പേടിച്ചു ചെന്നുകൂടാ. പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ സഹിക്കവും ചെയ്തു കൊള്ളുക. സുഗ്രീവൻ തന്നോടെന്ന ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ പാദപങ്കജത്തോട് ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കണം മുഹൂർത്തം മാത്രം ഭവാൻ എത്രയുമേ തീർക്കണം മയാകൃതബന്ധനം ദയാനിതയും. ഭക്തി പൂണ്ടിത്ത മുക്ത അദ്ദേഹത്തെ ആകുകയും ചെയ്തു
ചെയ്തു മുക്തിയും സുചിതു ശബരിക്കതു കാലം ഭക്തവത്സരം പ്രസാദിക്കില്ലെന്നവർക്ക് എല്ലായിടത്തും മുക്തി നീച ജാതികൾക്കും എങ്കിലും പുഷ്കര നേത്രം പ്രസാദിക്കലോ ജന്തുക്കൾ ദുഷ്കരമായിട്ടൊന്നുമില്ലെന്ന് ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാനവർമാദികളും ദൂരെ സന്ധിച്ചു തൻ ഗുരുനാഥോപദേശ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമയം സഹജഗ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമ രാമ ഇത് ജപിച്ചിടോ സദാകാലം. പാഗ്മനി പാമിനി ഭദ്രേ പരമേശ്വരി പത്മേശ്വരനെ ഇതമീശ്വരം പരമേശ്വരുട് രാമ ഭദ്രവൃത്താന്തമരുച്ചതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരമേശ്വരായി ശ്രീരാമങ്കിൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളി പൈതൽ താനും പരമാനന്ദം കൊണ്ട് ശങ്കര ജയിച്ചരുളി എന്നരുളിനാൾ. ഇത് ഇദ്യാത്മരാമായണ ഉമാമഹേശ്വര സംവാദേ ആരുണ്യകാണ്ഡം സമാപിതം. സ്വസ്തി പ്രജാഭിപരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹേശ ഗോബ്രാഹ്മണേഭ്യ ശോമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമി യദ്യ സകലം പരസ്മൈ ശ്രീമന്നാരായണേ സമർപ്പയാമി. ഹരേ രാമ 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 രാമ. ഈ രാമായണ വായന കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത ഭാഗത്ത് കിഷ്കിന്ധാ കാണ്ഡം. ഹരി ഓം.